ഹായ് ഗായ്സ്, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്നറിയാം. അതായത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൊണ്ട് ഞാൻ കുറച്ച് പുറകിലേക്ക് വലിഞ്ഞാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ള ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ. ആ ഒരു സ്ട്രെയിനിലായിരുന്നു ഞാൻ കുറച്ച് അതായത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യാനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർഡറാക്കി എടുക്കാനായിട്ട് എനിക്ക് എല്ലാത്തിനും കുറച്ച് സമയം വേണം. എന്ത് കാര്യമായാലും എനിക്ക് അതൊന്ന് ഓർഡറാക്കി എടുക്കാൻ ഞാൻ എൻ്റെ എഫേർട്ട് ഒരുപാട് ഇടേണ്ടിയും വരും. അതുപോലെ അതിന് കുറേ ടൈമും വേണം. സോ അങ്ങനെയുള്ളൊരു പീരീഡായിരുന്നു എൻ്റെ ലൈഫിലെ ഈ കഴിഞ്ഞ കുറച്ച് നാൾ. എനിക്കറിയില്ല, ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ പഠിക്കണം. സോ ഇത് ഒരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. ഇത് എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാനായിട്ടില്ല. എന്നാലും ഞാൻ ഇപ്പോൾ രാവിലെ മുടങ്ങാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ബെഡിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല, ബട്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് റിലേറ്റബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, ബട്ട് ഒന്നും നമുക്കങ്ങോട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഇത് റിലേറ്റബിളാണ്, അതുപോലെ ഹെൽപ്ഫുള്ളുമാണ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ബെഡിൽ നിന്ന് ഞാൻ ആദ്യമേ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് ചൂടുവെള്ളം, അത് പണ്ടേ ചെയ്യുന്നതാണ്, ലൂക്ക് വാം വാട്ടർ അടുത്ത് വെച്ചിരിക്കും, അത് കുറച്ച് കുടിക്കും. പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഒന്ന് നന്നായിട്ട് ഒരു 2 minutes നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ വിൻഡോയുടെ അടുത്ത് തന്നെ ഈ 2 ബുക്കുകൾ വെച്ചിരിക്കും, ഭഗവത്ഗീതയും അതുപോലെ എൻ്റെ ഡയറി. ഈ ഡയറി അത് എന്നും എഴുതുന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ 2-3 ലൈൻസ് എഴുതിയിട്ട് നിർത്തും. അത് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒരു വാക്യങ്ങൾ വായിക്കും. അതെനിക്ക് മോട്ടിവേഷൻ തരുന്നു, അത് എത്രത്തോളം എൻ്റെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു അതൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല, ബട്ട് വായിക്കും. അത് ഈ ഫോണിനകത്ത് നോക്കുന്നതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ എഴുതുക. അങ്ങനെ ഒരു 15 to 20 minutes ഞാൻ മാക്സിമം രാവിലെ ഫോൺ നോക്കാതിരിക്കാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ഈ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ഡയറി എഴുതും. ഒരുപാട് കാര്യങ്ങൾ എഴുതത്തില്ല, ചിലപ്പം ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇന്നലെ ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവം എനിക്ക് പിന്നെ ഓർക്കണമെന്നുണ്ടായത് കൊണ്ട് ഞാൻ അതിനെ എൻ്റേതായ രീതിയിൽ എഴുതുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും. അത് ചിലപ്പോൾ ഞാൻ ലാമ്പ് കത്തിച്ച് വെക്കും. ഇന്ന് ഞാൻ ലാമ്പ് കത്തിച്ച് വെച്ചതാണ്, എസെൻഷ്യൽ ഓയിൽസൊക്കെ ഒഴിച്ചിട്ട് ലാമ്പ് കത്തിച്ച് വെക്കും. ചിലപ്പോൾ അതില്ല, ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് എഴുതിയുള്ളൂ. സോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ പോകുന്നത്. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളാണെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ച് ഇട്ടതേ ഉള്ളൂ. സോ ഇതെൻ്റെ ഒരു ജസ്റ്റ് വൺ സെൻറ്റൻസ് മാത്രമുള്ളൊരു ഡയറി കുറിപ്പാണ്.